ഹായ് ഹലോ ദിസ് ഇസ് നിതിൻ ശരത്. മിസ്റ്റർ യൂണിവേഴ്സ് ഇന്ത്യ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് 15 ഡേയ്സ് കവർ ചെയ്യുന്നുണ്ടുള്ള ഈ സീരീസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് രാഹുൽ ഇപ്പോൾ 9 ഡേയ്സ് ഔട്ടാണ് അവൻ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ചെക്കിൻ വീഡിയോ അതിൽ തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ചെക്കിൻ വീഡിയോ കണ്ടു. അപ്പോൾ ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ജോലി മലപ്പുറത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ആലപ്പിക്ക് ട്രാവൽ ചെയ്തു. അപ്പോൾ രാത്രിയായിരുന്നു ട്രെയിൻ, അതുകൊണ്ട് ഉറക്കമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉറക്കം കുറവായതുകൊണ്ട് എല്ലാവർക്കും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ, ഞാനിപ്പോൾ ഈ പറയുന്ന പോയിൻറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോമ്പറ്റീഷന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കത്തില്ലല്ലേ പല കോമ്പറ്റീഷൻ. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ ആണെങ്കിലും ഇപ്പോൾ മുംബൈയിലാണ് കോമ്പറ്റീഷൻ. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ട്രാവൽ ചെയ്തോണം. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എസ്പെഷ്യലി നമ്മൾ ഉറക്കം നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും. നമ്മുടെ ബോഡി ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്നൊരു അല്പം ബ്ലറി ആയിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ഒരു നെക്സ്റ്റ് 24 to 36 hours ബോഡി തന്നെ റീസെറ്റ് ചെയ്തോളൂ. നമ്മളിതിൻ്റെ പുറകെ വെറുതെ വെറി ചെയ്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് സമയം കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ട്രാവൽ കൊണ്ടുണ്ടായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഇനി നമ്മൾ സ്റ്റാക്ക്, നമ്മുടെ PD സ്റ്റാക്കിൽ യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ക്ലെൻ 60, T350, Armadex 1mg, പിന്നെ ട്രെൻഡ് 10mg, GH നമ്മൾ സ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചിരിക്കുകയാണ്. ECS സ്റ്റാക്ക് സെയിം, സ്റ്റെന സെയിം, ഹേലോ സെയിം, അനഡ്രോൾ സെയിം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഇന്നലെ സ്ലീപ്പ് സൈക്കിളിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാക്കിനെ പറ്റി പറഞ്ഞല്ലോ, അത് നന്നായിട്ട് വർക്കൗട്ട് ആയെന്ന് പറഞ്ഞു. ഞാൻ അല്ലാതെ കൊടുക്കുന്ന ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആൻഡ് മിനറൽ സ്റ്റാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം എനിക്ക് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസിനും ഞാൻ കൊടുക്കുന്നൊരു സ്റ്റാക്കാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് അവരുടെ നീഡ്സും അവരുടെ ഹെൽത്തിൻ്റെ കണ്ടീഷനും അനുസരിച്ച് ചിലത് കുറയ്ക്കാൻ, ചിലത് കൂട്ടാം. അപ്പോൾ ഞാൻ ആ സ്റ്റാക്ക് എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ വൈറ്റമിൻ D3 K2 അത് 2 വൈറ്റമിൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ D3 കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ K2 നമ്മുടെ മഗ്നീഷ്യം, എനി ഫോം ഓഫ് മഗ്നീഷ്യം ആയാലും കുഴപ്പമില്ല, മഗ്നീഷ്യവും വൈറ്റമിൻ K2 നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡി നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ചെയ്യുന്ന വൈറ്റമിൻ D3 പ്രോപ്പറായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ, അതിന് പ്രോപ്പറായിട്ട് മെറ്റബിളൈസ് ചെയ്യാൻ ബോഡിക്ക് പറ്റുള്ളൂ. പിന്നെ വൈറ്റമിൻ D3യുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഡോസേജ് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിനൊരു ഒരു 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 സ്റ്റാൻഡേർഡ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ 25 lb ഓഫ് യുവർ ബോഡി വെയ്റ്റിന് 100 യൂണിറ്റ്സ് 100 IU ഓഫ് വൈറ്റമിൻ D3 ആണ് നമ്മൾ ഒരു റെക്കമെൻഡ് ഡോസേജ്. അതാണ് നമ്മുടെ ഒരു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഡോസേജ്. നമുക്കിതിൽ കുറഞ്ഞാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ ഒരു ഐഡിയൽ ഡോസേജ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു അത്ലീറ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോസേജ് ഫോർ എവറി 25 pounds ഓഫ് ദി അത്ലീറ്റ്സ് ബോഡി വെയ്റ്റ് നമുക്കൊരു 1000 IU കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ലീറ്റിൻ്റെ ബോഡി വെയ്റ്റ് 200 pounds ആണെന്നുണ്ടെങ്കിൽ 1000 × 8 നമ്മൾ 8000 IUs വൈറ്റമിൻ D3 കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന് ആനുപാതികമായിട്ട് വൈറ്റമിൻ K3യും നമ്മൾ മഗ്നീഷ്യവും ആഡ് ചെയ്യേണ്ടതാണ്. മഗ്നീഷ്യത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലാത്ത ഏത് ഫോം യൂസ് ചെയ്താലും ക്ലയൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ നമ്മൾ കോമ്പറ്റീഷൻ പ്രപ്പിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൈസിനേറ്റ്, ഡിസ്ഗ്ലൈസിനേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ത്രിയനേറ്റ് ഫോം യൂസ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കുന്നൊരു സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ C ആണ്. പിന്നെ ബി കോംപ്ലക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ ഇപ്പം ബി വൈറ്റമിൻസിൻ്റെ ഏതെങ്കിലും എന്താ പറയുക, നയാസിൻ പോലത്തെ ഏതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ B12 പോലത്തെ ഒരെണ്ണം 2 എണ്ണം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബി കോംപ്ലക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് B1 to B12 എല്ലാം നമുക്ക് ആവശ്യമാണ്. മസിൽ ബിൽഡിങ്ങിന് വളരെ ആവശ്യമായിട്ടുള്ള, നമ്മുടെ ഒരു ഹെൽത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണത്. പിന്നെ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സിങ്ക്, എല്ലാവർക്കും അറിയാം. പിന്നെ കൊടുക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ഓയിലല്ലേ omega-3. ഇനി ഫിഷ് ഓയിൽ അല്ലെ omega-3 സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടി ഒരു വീഡിയോ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, നമുക്ക് ടൈം കൺസ്ട്രെയിൻസും ഉണ്ട്. പിന്നെ ഒരു സപ്ലിമെൻറ്റും കൂടെ ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ ഒരു ജനറൽ സപ്ലിമെൻറ്റ് സ്റ്റാക്കിൽ. അതെന്താണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ പറയുന്ന 2 കാര്യങ്ങൾ
അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ വർക്കൗട്ടിലെ പ്ലാൻസ് നോ ചേഞ്ചസ് ആണ്. കാർഡിയോ പ്ലാൻസ് നമ്മൾ കീപ്പിംഗ് ഇറ്റ് സ്റ്റഡി, നോ ചേഞ്ചസ്. പിന്നെ സോൾട്ട് സെയിം ആണ്, 25 ഗ്രാമാണ്. വാട്ടർ സെയിം ആണ്. നമ്മളിനി പീക്ക് വീക്കിന് 2 ഡേയ്സേ മിച്ചമുള്ളൂ. നമ്മൾ ഈ സാറ്റർഡേ തൊട്ട് നമ്മുടെ പീക്ക് വീക്കിനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, വാട്ടർ ലോഡിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ രാഹുലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തേക്ക് 9 ഡേയ്സ് ഔട്ടിൽ നമ്മുടെ ക്ലയൻറ്റ് രാഹുൽ എത്തി നിൽക്കുമ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുക, പേജ് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. സിയ.